എത്തിയപ്പോ മണി 6:15, 15 മിനിറ്റ് ലേറ്റ്. എന്താ താമസിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോ ആദ്യം ഉത്തരം ട്രാഫിക് ജാം. ഈ ട്രാഫിക് ജാം പോലും ഭർത്താക്കന്മാർക്ക് കള്ളു പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്കറിയാം, മുന്നേറ്റം ഏതെങ്കിലും പെണ്ണുങ്ങളെ വാച പിടിച്ചു നിന്നാണ് അതാ താമസിച്ചത്. എന്നെ പരീക്ഷിച്ചത് വരെ മതിയായില്ലേ എന്റെ ഉന്മേഷണം. ശ്രദ്ധിച്ചോ, ശബ്ദത്തിലുള്ള കരകരപ്പ് ശ്രദ്ധിച്ചു. ഭാര്യമാരിൽ താല്പര്യം കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ടോണിലുള്ള ഈ മാറ്റം. നീ ഇങ്ങനെയായിരുന്നു എടി സത്യഭാഗം എന്നൊക്കെ തട്ടി തുറന്നോലെയാണ് ഭാര്യമാരെ വിളിച്ചിരുന്നത്. ആ എനിക്ക് പുരുഷനല്ലേ കേട്ടോ. ആദ്യത്തെ നിനക്ക് മട്ടി കൂടി നിനക്ക് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഒരു നരച്ച നിലവുള്ള ഷർട്ട്? എന്റെ ചുവന്ന ഷർട്ട് ഞാനത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളർ ഇട്ടാൽ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണമാണ്. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് ഞാൻ മടുത്തല്ലോ. ഞാനിന്ന് ചുറ്റി കൊടുക്കാതെ പോവാൻ പോകുന്നു. എന്റെ മുഴുവനും കാണാം പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് ജയിച്ച ആണുങ്ങൾ എന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് യാതൊരു മൈൻഡുമില്ല. അവരുടെ രീതികളൊക്കെ മാറിപ്പോയി. നമ്മുടെ മാഗസിൻ അടുത്ത കവർ സ്റ്റോറി തന്നെയാണ് സ്ത്രീകളുടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം. ജീവിതത്തിൽ കുളിക്കാൻ, നനയ്ക്കാൻ, കണ്ടാൽ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് നടക്കുന്ന ചെക്കന്മാരുടെ പെൺകുട്ടികൾ. എന്ത് ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ ഇരുന്നത് അലന്ന ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? എന്റെ കുഞ്ഞേഷ്ണ, എന്നെ ഇതേ രൂപത്തിൽ ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശല്യം. ബൈ. ഫയൽ കൊണ്ടുപോയിട്ടില്ല. ആ സമയം എന്തേലും ചെയ്ത മനസ്സിലായി കാണും. കുട്ടി കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരുടെ ഭാഗ്യമാണ്. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നത്? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാണ്. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയാൻ കേട്ടോ, അതൊരു ഐശ്വര്യം. അപ്പോ ചേച്ചിക്ക് വേണ്ടി ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്ക് അറിയൂ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരൻ്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാരൻ മതിയല്ലോ. അന്ന് രാത്രി കാവിൽ വിളക്ക് വെക്കാൻ പോയ അവളെ അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാം അറിയാം. ചേച്ചി സ്വപ്നമെല്ലാം ഉണ്ടോ? ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്തായിരിക്കും അന്വേഷണം? ഇവർക്ക് പെട്ടെന്ന് എന്ത് പറ്റി? ഹലോ. മൂന്നേട്ടാ, ഞാനാ. മനസ്സിലായി. നീ പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഫയൽ എടുക്കാൻ പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നീ മാർക്കറ്റിൽ പോയിരിക്കുകയും ഞാൻ ജോലിക്കാരി കയറി പിടിച്ചു. നീ അത് കണ്ടുകൊണ്ട് വന്നു, ബഹളം വെച്ചു, സ്വപ്നത്തിൽ ഉണർന്നു, അവളെ പറഞ്ഞു വിടുകയും ചെയ്യും. ഇതല്ലേ പറയാൻ വന്നത്?